ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. പലതരം ചിക്കൻ കറികളൊക്കെ നമ്മുടെ ചാനലിലുള്ളതാണ്. എന്നാൽ ഇത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായതും നല്ല ടേസ്റ്റ് ഉള്ളതും ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. മാത്രമല്ല ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. സവാള, തക്കാളി ഇതൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ. നമ്മുടെ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. കഷ്ണങ്ങളുടെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചോ. ഒത്തിരി വലുതായി പോവാതിരുന്നാൽ മതി. ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് നല്ലത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് ഞരടിയിട്ട് ഈ കൂട്ടിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കണുണ്ട്. ഏകദേശം 1/2 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, ഇത് മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഫുള്ളായിട്ടാണ് ഇട്ടേക്കണം. ചുവന്നുള്ളി മുറിക്കൊന്നും വേണ്ട, ഒരുപാട് വലിയ ചുവന്നുള്ളി എടുക്കാതിരുന്നാൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഇടാം കേട്ടോ. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ചിക്കൻ കറി വയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഒരു വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുത്ത് കറി വയ്ക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ട സവാള, തക്കാളി ഇതൊക്കെ വളരെ കുറച്ച് മതി. മാത്രമല്ല ഇതൊന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം പച്ചയ്ക്ക് തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇട്ടേക്കണം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ ആവണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർക്കാം. ഒന്നും വഴറ്റാതെയാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കണേ. മീഡിയം സൈസിലുള്ള ഒരു സവാള, 2-3 പച്ചമുളക്, ഏകദേശം ഒരു 30 ഗ്രാമോളം ഇഞ്ചി, 10-12 ചുള വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും എല്ലാം കൂടെ ഇളക്കാം. വീണ്ടും മൂടി വയ്ക്കാം. ഇനി 2 തക്കാളി
ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ ഇത്. വലിയ ക്യാപ്സിക്കായിരുന്നു, അപ്പോൾ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും കൂടെ ചോപ്പറിൽ വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളിയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്താൽ മതി. തക്കാളി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് വരും. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ഗ്രേവി ഉള്ളൊരു ചിക്കൻ കറിയൊന്നുമല്ല, ഡ്രൈ ആയിട്ടിരിക്കുന്ന കറിയാണ് എന്ന് വിചാരിച്ച് ചോറിൻ്റെ കൂടെ മാത്രമൊന്നുമല്ല, അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണതിനും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രുചികരമായ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മറ്റ് പല രീതികളിലും നമ്മൾ ചിക്കൻ കറികൾ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.